بسم الله الرحمن الرحيم. الحمد لله وبه نستعين، والصلاة والسلام الأتمان الأكملان على خاتم رسل الله أجمعين، وعلى آله وأصحابه غر الميامين، وعلى أزواجه أمهات المؤمنين، والتابعين لهم بإحسان إلى يوم الدين. ثم أما بعد. സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതൽ ആരംഭിച്ചത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളെ, അള്ളാഹുവിന്റെ തിരുവിശേഷങ്ങളെ അറിയിക്കുന്ന തിരുമൊഴികൾ അഥവാ ഹദീസുകൾ നൽകിയതാണ് നമ്മൾ ഇവിടെ വിശദീകരിച്ചത്. പ്രസ്തുത ഹദീസുകൾ, തിരുമൊഴികൾ എപ്രകാരമാണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ വിളിച്ചറിയിക്കുന്നത് എന്നുള്ളത് പണ്ഡിതന്മാർ ഉണർത്തിയതാണ്. ഏതാനും വചനങ്ങളെ വിശദീകരിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. ഇന്ന് അതിൽ ബാക്കിയുള്ള ഏതാനും ഹദീസുകളാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണർത്തുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, വഖൗലുഹു യഖൂലുല്ലാഹ് യാ ആദം ഫയഖൂലു ലബ്ബൈക വസഅദൈക ഫയുനാദി ബിസൗത്തിൻ ഇന്നല്ലാഹ യഅ്മുറുക അൻ തുഖ്രിജ മിൻ ദുർരിയ്യതിക ബഅസൻ ഇലന്നാർ. വഖൗലുഹു മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു ഹാജിബ് വലാ തുർജുമാൻ. വഖൗലുഹു ഫീ റുഖിയത്തിൽ മരീദ് ربنا الله الذي في السماء تقدس اسمك أمرك في السماء والأرض كما رحمتك في السماء اجعل رحمتك في الأرض اغفر لنا حوبنا وخطايانا أنت رب الطيبين أنزل رحمة من رحمتك وشفاء من شفائك على هذا الوجع. وقوله ألا تأمنوني وأنا أمين من في السماء. وقوله والعرش فوق ذلك والله فوق العرش وهو يعلم ما أنتم عليه. وقوله للجارية أين الله؟ قالت في السماء. قال من أنا؟ قالت أنت رسول الله. قال أعتقها فإنها مؤمنة. ഈ വചനങ്ങളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തുടർന്ന് നൽകിയ വചനങ്ങൾ. ഇതിൽ ഒന്നാമത്തേത് വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്. യഖൂലുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യാ ആദം, ആദമേ. ഫയഖൂലു, അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിക്കും, ലബ്ബൈക് വസഅദൈക്. ലബ്ബൈക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ, നിന്റെ വിളിക്കുക ഞാൻ വീണ്ടും വീണ്ടും ഉത്തരമേകുന്നു. വസഅദൈക്, അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരമേകുക എന്ന് പറഞ്ഞാൽ അതിൽ അഭിമാനവും അനുഗ്രഹം കാണുന്നവൻ ആണ് ഞാൻ എന്ന അർത്ഥത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് പ്രതികരിക്കും. ഫയുനാദി ബിസൗത്തിൻ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കും, ഇന്നല്ലാഹ യഅ്മുറുക അൻ തുഖ്രിജ മിൻ ദുർരിയ്യതിക ബഅസൻ ഇലന്നാർ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളോട് കൽപ്പിക്കുന്നു, അൻ തുഖ്രിജ മിൻ ദുർരിയ്യതിക, താങ്കളുടെ സന്താന പരമ്പരകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം, ബഅസൻ ഇലന്നാർ, നരകത്തിലേക്കുള്ള ബഅസിനെ, വിഭാഗത്തെ. ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന്. ഈ ഹദീസിൽ അള്ളാഹുവിന്റെ വിശേഷണം, അള്ളാഹു സുബ്ഹാനഹു വ തആല യാ ആദം, ആദമേ എന്ന് പറഞ്ഞു വിളി. പ്രസ്തുത വിളി അള്ളാഹുവിൽ നിന്നുള്ള മുനാദാത്താണ്. അപ്പൊ അള്ളാഹുവിൽ നിന്ന് നിദാ ഉണ്ട്, വിളിയുണ്ട്. അള്ളാഹു സംസാരിക്കുകയും അള്ളാഹു വിളിക്കുകയും ചെയ്യും. അപ്പൊ അള്ളാഹുവിന്റെ ആ വിശേഷണത്തെയാണ് ഈ വിളി അറിയിക്കുന്നത്. ലബ്ബൈക വസഅദൈക.
ഫയുനാദി ബിസൗത്തിൻ ലബ്ബൈക വസഅദൈക എന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിക്കുമ്പോൾ, ലബ്ബൈക എന്ന് പറഞ്ഞാൽ ഇജാബത്തൻ മഅ ഇജാബ, അതായത് വീണ്ടും വീണ്ടും ഉത്തരയുക. സഅദൈക എന്ന് പറഞ്ഞാൽ ഇസ്ആദൻ ബഅദ ഇസ്ആദ്. മനസ്സിലായില്ലേ? അള്ളാഹു നിന്റെ വിളിക്ക് ഞാൻ ഉത്തരമേകുന്നു, അതിൽ ഞാൻ സൗഭാഗ്യം കാണുന്നു, അല്ലെങ്കിൽ എനിക്ക് നീ സൗഭാഗ്യം അരുളയണമേ എന്ന ദുആ കൂടി അത് ആ പ്രയോഗം ഉൾക്കൊണ്ടിട്ടുണ്ട്. നീ എനിക്ക് സൗഭാഗ്യം കരിയണമേ, നീ എന്നെ സഹായിക്കണമേ എന്നുള്ള ആശയം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന ശബ്ദത്തിൽ വിളിക്കുമെന്നാണ്. ഫയുനാദി ബിസൗത്തിൻ ഇന്നല്ലാഹ യഅ്മുറുക അൻ തുഖ്രിജ മിൻ ദുർരിയതിക ബഅസൻ ഇലന്നാർ. നിശ്ചയം അല്ലാഹു താങ്കളോട് കൽപ്പിക്കുന്നു. അപ്പൊ അല്ലാഹുവാണ് വിളിക്കുന്നത്. എങ്ങനത്തെ വിളിയാണ്? കേൾക്കപ്പെടുന്ന ശബ്ദത്തിലാണ് വിളിക്കുന്നത്. അപ്പോ അതിൽ മറുപടി ഉണ്ട്. ആർക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുമ്പോൾ അല്ലാഹു അല്ല സംസാരിക്കുന്നത്, അല്ലാഹു ആശയം മറ്റൊരു സൃഷ്ടിയിലിട്ടിട്ട് ആ സൃഷ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നവർ. അല്ലാഹു ആണ് സംസാരിക്കുന്നത്. സംസാരം കേൾക്കപ്പെടുന്ന സംസാരമാണ്. അള്ളാഹിന്റെ സംസാരത്തിന് സൗത്തുണ്ട്, ശബ്ദമുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ? ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു യഅ്മുറു, താങ്കളോട് കൽപ്പിക്കുന്നു. ഇവിടെ അള്ളാഹു കൽപ്പിക്കുന്നു എന്നാ പറയുന്നത്. അള്ളാഹു ഇപ്പൊ വിളിച്ചു പറയാമല്ലോ. എന്തുകൊണ്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ല? അള്ളാഹു സുബ്ഹാനഹു വ തആല മഹോന്നതനാണ്. അള്ളാഹു അതിമഹാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച ശൈലി ഇപ്രകാരം. അഥവാ അള്ളാഹു ആദമേ എന്ന് പറഞ്ഞു വിളിച്ചിട്ട് അള്ളാഹു നിന്നോട് കൽപ്പിക്കുന്നു എന്നാ അള്ളാഹുവിന്റെ മഹത്വം അറിയിക്കാൻ അള്ളാഹുവാണ് കൽപ്പിക്കുന്നത് എന്നുള്ളത് അവിടെ പ്രത്യേകം അറിയുവാനും അള്ളാഹുവിന്റെ മഹത്വം അവിടെ ധ്വനിപ്പിക്കുവാനുമാണ് ആ ശൈലി പ്രയോഗിച്ചത്. മനസ്സിലായില്ല? ഇപ്പൊ ഭൂമുഖത്ത് തന്നെ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു രാജാവൊക്കെ കൽപ്പിക്കുകയാണെങ്കിൽ രാജാവാണ് കൽപ്പിക്കുന്നത് എന്ന് പറയും, നേതാവാണ് പറയുന്നത് എന്ന് പറയും. മനസ്സിലല്ലേ? അള്ളാഹുവിനോടൊന്നും ഖിയാസാക്കാൻ പാടുള്ളതല്ല, താരതമ്യപ്പെടുത്താനും പാടുള്ളതല്ല. പക്ഷേ എങ്കിലും ആ പ്രയോഗത്തിൽ എന്തുണ്ട്? ഒരു ഗാംഭീര്യത ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജല്ല ജലാലുഹു അലാ ശഅനുഹു, അള്ളാഹുവിന്റെ കാര്യം അതിമഹനീയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അളമത്ത്, അള്ളാഹുവിന്റെ മഹത്വം അത് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ആ ശൈലി പ്രയോഗിച്ചത്. ഇന്നല്ലാഹ യഅ്മുറുകും, യഅ്മുറുക എന്ത്? അൻ തുഖ്രിജ മിൻ ദുർരിയതിക ബഅസൻ ഇലന്നാർ, നരകത്തിലേക്കുള്ള നിന്റെ സന്തതികളിൽ നിന്നുള്ള വിഭാഗത്തെ നീ പുറത്തു കൊണ്ടുവരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലാഹുവാണ് പറയുന്നത് ഇന്നല്ലാഹ യഅ്മുറുകും. അവിടെ അല്ലാഹു എങ്ങനെ പ്രയോഗിച്ചത്? ഇന്നല്ലാഹ യഅ്മുറുകും, നിശ്ചയം അല്ലാഹു കൽപ്പിക്കുന്ന, ഞാൻ കൽപ്പിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല. പിന്നെയോ ഇന്നല്ലാഹ യഅ്മുറുകും, തീർച്ചയായും അല്ലാഹു കൽപ്പിക്കുന്നു അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അമാനത്തുകൾ അതിന്റെ അഹ്ലുകാർക്ക് നിങ്ങൾ ഏൽപ്പിക്കണം എന്ന്. അപ്പൊ എന്തിനാണ് അള്ളാഹുവാണ് ഇത് കൽപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ മഹത്വം, അള്ളാഹുവിന്റെ ആ മഹത്വം പടപ്പുകൾ അറിയാൻ വേണ്ടിയിട്ട് പ്രയോഗിക്കുന്ന ഒരു ശൈലിയാണ്. പറഞ്ഞാൽ മനസ്സിലായി? അതാണ് അവിടെ തിരുമൊഴിയിലുള്ളത്. നരകത്തിലേക്കുള്ള ബഅസ് വിഭാഗത്തെ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് പറയും. ഇത് അന്ത്യനാളിൽ മഹ്ശറ വൻസഭയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുന്ന വിഷയമാണ്. അപ്പൊ ഹദീസിന്റെ ബാക്കി കാണാൻ സാധിക്കും. യാ റബ്ബ് വമാ ബഅസുന്നാർ, അല്ലാഹുവേ എന്താണ് ബഅസുന്നാർ, നരകത്തിലേക്കുള്ള വിഭാഗം, നിയോഗിക്കപ്പെടേണ്ട വിഭാഗം എന്താണ്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും മിൻ കുല്ലി അൽഫിൻ തിസ്ഉമിഅത്തിൻ വതിസ്അത്തുൻ വതിസ്ഊൻ. മിൻ കുല്ലി അൽഫിൻ, എല്ലാ ഓരോ 1000 ആളുകളിൽ നിന്നും 999 999 പേർ ഓരോ 1000-ൽ നിന്ന് നരകത്തിലേക്ക്. അപ്പോ ഒരാളാണ് സ്വർഗത്തിലേക്ക്.
മനസ്സിലായില്ലേ? അപ്പൊ മഹാഭൂരിപക്ഷം ബഅസുന്നാറാണ്, നരകത്തിലേക്ക് നിയോഗിക്കപ്പെടുന്ന വിഭാഗമാണ്. അവരെ വേർതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമയോട് മഹ്ശറ വൻസഭയിൽ കൽപ്പിക്കുക. അപ്പൊ ഇവിടെ ഈ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഈ ഹദീസിനെ എന്തിനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അവിടെ കൊണ്ടുവന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാജാത്ത് സംഭാഷണം നടത്തും. ഇത് അള്ളാഹുവിന്റെ വിശേഷണമാണ്, സിഫത്താണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ മുറാദ് അനുസരിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണം അനുസരിച്ച്, സച്ചരിതരായ മുൻഗാമികൾ ഗ്രഹിച്ചു മനസ്സിലാക്കിയതനുസരിച്ച് നമ്മൾ വിശ്വസിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്നു. റസൂലുള്ള അള്ളാഹുവിന് വകവെച്ച സ്ഥാപിച്ചതായ വിശേഷണത്തെ നമ്മൾ സ്ഥാപിക്കുകയും വകവെക്കുകയും ചെയ്യുന്നു. പിന്നത്തെ ഹദീസ്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു ഹാജിബുൻ വലാ തുർജുമാൻ. മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാളുമില്ല, ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു, അവനോട് തന്റെ റബ്ബ് സംസാരിക്കാതെ, ലൈസ ബൈനഹു വബൈനഹു ഹാജിബ്, അള്ളാഹുവിനും ആ ദാസനും ഇടയിൽ മറയുണ്ടാവില്ല, വലാ തുർജുമാൻ, പരിഭാഷകനും ഉണ്ടാവുകയില്ല. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന്, അദി ഇബ്നു ഹാത്തിമിൽ നിന്നുള്ള ഈ ഹദീസ്, ഇതും പരലോകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിചാരണയുടെ വേദിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിയാറുകളോട് സംസാരിക്കും. എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ, അള്ളാഹിന്റെ മുമ്പിൽ തനിച്ചായിട്ട് ഓരോരുത്തരും വരും. എല്ലാ ദാസന്മാരും അള്ളാഹിന്റെ മുന്നിൽ വരും. മനസ്സിലല്ലേ? വന്നാലോ അള്ളാഹുവിനും ദാസനും ഇടയിൽ ഒരു മറയുണ്ടാവില്ല. അള്ളാഹു പറയുന്നത് പരിഭാഷപ്പെടുത്തേണ്ട ഉണ്ടാവില്ല, തർജുമാന്റെ പരിഭാഷകന്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല. ഒക്കെ തിരിയും, എല്ലാം വ്യക്തമാകുന്ന, എല്ലാം തുറന്ന് പറയപ്പെടുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാവുക. അപ്പൊ ഈ വിചാരണയുടെ വേദിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നതാണ്? മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ആരുമില്ല, ഇല്ലാ സയുകല്ലിമുഹുല്ലാഹ്, അള്ളാഹു അവനോട് സംസാരിക്കാതെ. അവ അന്ത്യനാളിൽ അള്ളാഹു ദാസന്മാരോട് സംസാരിക്കും. അള്ളാഹു ദാസന്മാരോട് സംസാരിക്കും. അപ്പൊ സംസാരിക്കുക എന്നുള്ളത് അള്ളാന്റെ സിഫത്താണ്, വിശേഷണമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതറിയിക്കാനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ ഇവിടെ കൊണ്ടുവന്നത്. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ച് ചോദിക്കും. ആ ചോദിക്കുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? വഅൻ ഉംരിഹി ഫീമ അഫ്നാഹ് വഅൻ ശബാബിഹി ഫീമ അബ്ലാഹ് വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹ് വഅൻ ഇൽമിഹി മാദാ അമില ബിഹി, വിജ്ഞാനത്തെക്കുറിച്ച്, അതേപോലെ തന്നെ സമ്പത്തിനെ കുറിച്ച്, ആയുസ്സിനെ കുറിച്ച്, യൗവനത്തെ കുറിച്ചൊക്കെ ചോദിക്കൂലേ? അതേപോലെ തന്നെ അഖീദനെ കുറിച്ച് ചോദിക്കൂലേ? ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മപരമായ വിഷയമാണ് നിസ്കാരം. നിസ്കാരത്തെ കുറിച്ച് ചോദിക്കൂലേ? മനസ്സിലായി? അതേപോലെ തന്നെ സുമ്മല തുസ്അലുന യൗമഇദിൻ അനിൻ നഈം, അനുഗ്രഹത്തെ കുറിച്ച് ചോദിക്കൂലേ? വലനസ്അലന്ന അല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്ന മുർസലീൻ, നിയോഗിച്ചയക്കപ്പെട്ട നബിമാർ, നിയോഗിച്ചയക്കപ്പെട്ട ജനതകൾ ഉണ്ടാവും, അവരോട് നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യും. വലനസ്അലന്നൽ മുർസലീൻ, നബിമാരോടും ചോദിക്കും. മനസ്സിലായി? ഇതൊക്കെ അന്ത്യനാളിലെ വിചാരണയുടെ വേദിയിലുള്ളതാണ്. യൗമ യജ്മഉ അല്ലാഹു റസൂൽ ഫയഖൂലു മാദാ ആജബ്തുൽ മുർസലീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന്. മനസ്സിലല്ലേ? അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ സംസാരിക്കും. സംസാരിക്കുക എന്നുള്ള സിഫത്ത് അള്ളാഹുവിനുണ്ട്. അള്ളാഹുവിന്റെ മഹത്വത്തിനും പരിപൂർണതക്കും അനുയോജ്യമായ വിധം റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിക്കും. മനസ്സിലായി? ഹദീസിൽ വന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിച്ചു. റസൂലുള്ളാഹി എന്ത് അള്ളാഹുവിനെ വിശേഷിപ്പിച്ചു പറഞ്ഞോ, നമ്മളും അത് അള്ളാഹുവിനെ സമ്മതിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്നു. അടുത്ത ഹദീസ്,
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത് റഹിമഹുല്ലാഹ് വഖൗലുഹു ഫീ റുഖിയത്തിൽ മരീദ് റബ്ബുന അല്ലാഹു അല്ലദീ ഫിസ് സമാ തഖദ്ദസ ഇസ്മുക അംറുക ഫിസ് സമാഇ വൽ അർദ് കമാ റഹ്മതുക ഫിസ് സമാ ഇജ്അൽ റഹ്മതക ഫിൽ അർദ് ഇഗ്ഫിർ ലനാ ഹൗബന വഖതായാന അൻത റബ്ബുത് ത്വയ്യിബീൻ അൻസിൽ റഹ്മതൻ മിൻ റഹ്മതിക വശിഫാഅൻ മിൻ ശിഫാഇക അലാ ഹാദൽ വജ്ഹ്. ഈ ഹദീസ് രോഗിയെ റുഖിയ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഹദീസാണ്. രോഗിയെ റുഖിയ ചെയ്ത് ചികിത്സിക്കുന്നതുമായി ബന്ധപ്പെട്ട്, മന്ത്രിച്ച് ചികിത്സിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസാണ്. ഈ ഹദീസ് ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതേപോലെ തന്നെ ഈ ഹദീസ് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ്. പക്ഷേ ഈ ഹദീസിന്റെ സനദ് ദുർബലമാണ്. ഷെയ്ഖ് നസറുദ്ദീൻ അൽബാനിയെ പോലുള്ളതായ പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ സനദിനെ ദുർബലം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത് റബ്ബുനല്ലാഹ് അല്ലദീ ഫിസ് സമാ, റബ്ബുനല്ലാഹ് നമ്മുടെ റബ്ബായ അല്ലാഹു, അല്ലദീ അവൻ എങ്ങനെയുള്ളവനാണ്, ഫിസ് സമാ അവൻ ആകാശത്തിന്മേലാണ്, തഖദ്ദസ ഇസ്മുക് അങ്ങനെയുള്ള അല്ലാഹുവേ നിന്റെ നാമം പരിശുദ്ധമായിരിക്കുന്നു, അംറുക ഫിസ് സമാഇ വൽ അർദ് നിന്റെ കൽപ്പനകൾ അത് വാനത്തിലും ഭൂമിയിലും ഒരുപോലെ നടപ്പിലാക്കപ്പെടുന്ന കൽപ്പനയാണ്, കമാ റഹ്മതുക ഫിസ് സമാ ആകാശത്തിൽ നിന്റെ കാരുണ്യം ഉള്ളതുപോലെ ഇജ്അൽ റഹ്മതക ഫിൽ അർദ് ഭൂമിയിലും നിന്റെ കാരുണ്യത്തെ നീ നിശ്ചയിക്കണമേ, ഇഗ്ഫിർ ലനാ ഹൗബന വഖതായാന ഇഗ്ഫിർ ലനാ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പൊറുക്കണമേ, ഹൗബന ഞങ്ങളുടെ വൻപാപങ്ങൾ, വഖതായാന ഞങ്ങളുടെ ചെറുപാപങ്ങൾ, അൻത റബ്ബുത് ത്വയ്യിബീൻ നിന്റെ നല്ലവരായ ദാസന്മാർ, അല്ലാഹു അൻത റബ്ബുൽ ത്വയ്യിബീൻ നല്ലവരായ ദാസന്മാരുടെ റബ്ബാണല്ലോ നീ, അൻസിൽ റഹ്മതൻ മിൻ റഹ്മതിക് നിന്റെ കാരുണ്യത്തിൽ നിന്ന് നീ ചൊരിയണമേ, വശിഫാ മിൻ ശിഫായിക് നിന്റെ രോഗശമനത്തിൽ നിന്നും സൗഖ്യത്തിൽ നിന്നും നീ കനിയണമേ, അലാ ഹാദൽ വജ്ഹ് ഈ രോഗത്തിന് ഈ വേദനക്ക്. മനസ്സിലായി? ഇതാണ് ആ ദുആയുടെ അർത്ഥം. അബൂദാവൂദിന്റെ റിപ്പോർട്ട്, അതേപോലെ തന്നെ അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന്. പല പണ്ഡിതന്മാർ ഈ ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖ് അൽബാനിയെ പോലുള്ളവർ. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ റുഖിയ ഇവിടെ കൊണ്ടുവന്നത് ഇതിലെ റബ്ബുനല്ലാഹു അല്ലദീ ഫിസ് സമാ വാനത്തിന്മേലുള്ള നമ്മുടെ റബ്ബ് എന്ന് ഇവിടെ പ്രയോഗിച്ചു. മനസ്സിലായി? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ്? അല്ലാഹു ആകാശത്തിന്മേലാണ്. അലസമ എന്നർത്ഥം, ഫീ എന്നുള്ളതിനെ അല നമ്മളെ മുമ്പ് വിശദീകരിച്ചു. മനസ്സിലായല്ലേ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ആകാശത്തിന്മേൽ ഉള്ളവനായ നമ്മുടെ റബ്ബ്. അപ്പൊ അള്ളാഹു എവിടെയാണ്? അള്ളാഹു ആകാശത്തിന്മേലാണ്. മനസ്സിലായി? അപ്പൊ അള്ളാഹുവിന്റെ സിഫത്താണ്, വിശേഷണാണ്. അള്ളാഹു അവൻ ഒലുവിലാണ്, ഉന്നതിയിലാണ്. അവന്റെ ദാത്ത് കൊണ്ടും അവന്റെ സിഫത്ത് കൊണ്ടും അവന്റെ ഇസ്മുകൾ കൊണ്ടും അവന്റെ അഫ്ആലുകൾ കൊണ്ടൊക്കെ അള്ളാഹു ഉന്നതനാണ്. അത് ഈ വചനം അറിയിക്കുന്നു. അതിനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇവിടെ കൊണ്ടുവന്നത്. ഇതിൽ തഖദ്ദസ ഇസ്മുക് അള്ളാഹുവേ നിന്റെ നാമം പരിശുദ്ധമായിരിക്കുന്നു, അംറുക ഫിസ് സമാഇ വൽ അർദ് നിന്റെ കാര്യവും നിന്റെ കൽപ്പനയും ആകാശത്തിലും ഭൂമിയിലും നടപ്പിലാക്കുന്ന കാര്യമാണ്. കമാ റഹ്മതുക ഫിസ് സമാ നിന്റെ കാരുണ്യം ആകാശത്തിൽ എന്ന് ഉള്ളതുപോലെ ഇജ്അൽ റഹ്മതക ഫിൽ അർദ് നിന്റെ കാരുണ്യം നീ ഭൂമിയിലും നിശ്ചയിക്കണമേ. ഇവിടെ ഈ റബ്ബുനല്ലാഹു അല്ലദീ ഫിസ് സമാ തഖദ്ദസ ഇസ്മുക അംറുക ഫിസ് സമാഇ വൽ അർദ് എന്നൊക്കെണ്ടല്ലോ, അത് അള്ളാഹുവിലേക്കുള്ള വസീലയാണ്. അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ വിശേഷണവും എണ്ണി പറഞ്ഞ് അള്ളാഹുവിലേക്ക് വസീല സ്വീകരിക്കാം. മനസ്സിലായില്ലേ? ഈ വസീല ദീനിലുള്ള വസീലയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വസീലയാണ്. അഥവാ അള്ളാഹുവിന്റെ നാമങ്ങളെ മുൻനിർത്തി അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് തേടുക എന്നുള്ളത്. അതേപോലെ സൽക്കർമ്മങ്ങളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവോട് തേടുക എന്നുള്ളത്. അതുപോലെ റബ്ബന ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനു ബിറബ്ബിക്കും ഫആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. കണ്ടോ, സൽക്കർമ്മങ്ങളെ മുൻനിർത്തിയിട്ട് അള്ളാഹിനോട് വസീലയാക്കുന്നത് അത് ദീനിലുള്ളതാണ്. മനസ്സിലായില്ലേ? ദീനിലില്ലാത്ത വസീല, ബിദഅത്തിന്റെ വസീല ഏതാ? പാടില്ലാത്ത വസീല, അത് മരിച്ചുപോയവരുടെ ഹക്ക്, ജാഹ്, ബർക്കത്ത്,
തുടങ്ങി മുൻനിർത്തിയിട്ടുള്ള ഇന്ന ആളുടെ ജാഹു കൊണ്ട്, ഇന്ന ആളുടെ ബർക്കത്ത് കൊണ്ട്, മനസ്സിലെ ഇന്ന ആളുടെ ദാത്ത് കൊണ്ട് ഇങ്ങനെ തേടുന്ന രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ല. അത് ദീനിലില്ലാത്തതാണ്. അപ്പൊ ഇത് പിന്നെ ആ രീതിയിലുള്ള വസീലക്ക് ഏത് രീതിയിലുള്ള ദീനിലുള്ള ഷറഇലുള്ള അള്ളാഹിന്റെ സിഫാത്തുകളെ മുൻനിർത്തിക്കൊണ്ടുള്ളതായ വസീലക്ക് ഒരു ഉദാഹരണം കൂടിയാണ്. ഇവിടെ കമാ റഹ്മത്തുക ഫിസ്സമ, നിന്റെ കാരുണ്യം വാനത്തിലുണ്ട്. ഇജാൽ റഹ്മത്തുക ഫിൽ അർദ്, നിന്റെ കാരുണ്യം നീ ഭൂമിയിലുമാക്കണമേ. അള്ളാഹിന്റെ കാരുണ്യം ഇവിടെ ഭൂമിയിലുണ്ട്, മനസ്സിലായി. പിന്നെ എന്തിനാ ഇജാൽ റഹ്മത്തുക ഫിൽ അർദ്, ഭൂമിയിലും നിന്റെ കാരുണ്യത്തെ നിശ്ചയിക്കണമേ എന്ന് പറഞ്ഞത്? ഇത് പ്രത്യേക കാരുണ്യാണ്, മനസ്സിലല്ലേ. രോഗത്തിൽ, വേദനയിൽ അള്ളാഹുവിന്റെ കാരുണ്യം ഷിഫയായി വന്നിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ദുആയാണ് അത്. അപ്പൊ ഷിഫക്ക് വേണ്ടിയുള്ള ആ കാരുണ്യത്തിന് വേണ്ടിയിട്ടുള്ള തേട്ടാണ്, അല്ലാതെ അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹിന്റെ കാരുണ്യം തന്നെ നിറഞ്ഞു നിൽക്കുന്നു. പക്ഷെ ഈ ഒരു പ്രത്യേക കാരുണ്യമാണ് ഇവിടെ ഷിഫ, ആഫിയത്ത് എന്നുള്ള പ്രത്യേക കാരുണ്യമാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഗ്ഫിർ ലനാ ഹൂബന വ ഖതായാന, ഞങ്ങളുടെ ഹൂബ് പറഞ്ഞ അവിടെ കബായിർ വൻ പാപങ്ങൾ, ഖതായാന എന്നാണ് ചെറുപാപങ്ങൾ ഇവിടെ. കാരണം രണ്ടും കൂടി ഒന്നിച്ചു വരുമ്പോ അത്ഫ് ചെയ്താൽ രണ്ടിന്റെയും ആശയം വ്യത്യസ്തമാണ്. അപ്പൊ ഹൂബ് വൻ പാപങ്ങൾ, ഖതായാന ചെറുപാപങ്ങൾ ഞങ്ങൾക്ക് പൊറുക്കണമേ. അൻത റബ്ബു തയ്യിബീൻ അൻസിൽ റഹ്മതൻ മിൻ റഹ്മതിക് വശിഫാ മിൻ ശിഫായിക് അലാ ഹാദൽ വജഅ. മനസ്സിലായില്ലേ? ഈ ഹദീസിന്റെ സനദിനെ പല പണ്ഡിതന്മാരും ദുർബലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി അവരിൽ ഒരു ഭാഗമാണ്. പക്ഷെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഹദീസ് കൊണ്ട് തെളിവ് പിടിച്ചിട്ടുണ്ട് ഈ മസല സ്ഥിരീകരിക്കുന്ന വിഷയത്തിൽ. വഖൗലുഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു വചനം, അലാ തഅ്മനൂനി വ അന അമീനു മൻ ഫിസ് സമാ. ഈ ഹദീസിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലേ, ഞാൻ ആകാശത്തിന്മേലുള്ളവന്റെ അന അമീനു മൻ ഫിസ് സമാ, ആകാശത്തിന്മേലുള്ളവന്റെ അമീനാണ് ഞാൻ എന്നിരിക്കെ. ഈ ഹദീസ് ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം ബുഖാരി അല്ലാത്തവരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മനസ്സിലല്ലേ. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ് ഈ ഹദീസിന്റെയും നിവേദനം. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അതേപോലെ മറ്റു പണ്ഡിതന്മാരും ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസ് അല്ലെങ്കിൽ ഈ വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുവാനുള്ള സാഹചര്യം, അലി റളിയല്ലാഹു തആല അൻഹു യമനിൽ നിന്ന് ചില സ്വത്തുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരി കൊടുത്തയച്ചതായ ആ സ്വത്തുക്കളെ 4 ആളുകൾക്കിടയിൽ വീതിച്ചു. അപ്പോ സഹാബികളിൽ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഈ 4 ആളുകളെക്കാൾ ഈ സ്വത്ത് നേടുവാൻ അർഹർ ഞങ്ങളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, അലാ തഅ്മനൂനി, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലേ, നിങ്ങൾ എന്നിൽ നിർഭയത്വം കാണുന്നില്ലേ. വ അന അമീനു മൻ ഫിസ് സമാ, ഞാൻ ആകാശത്തിന്മേലുള്ളവന്റെ അമീനാണ് എന്നിരിക്കെ. അതായത് ആകാശത്തിന്മേലുള്ളവൻ, അതാണ് അവിടെ വിഷയം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്തിനാ അത് കൊണ്ടുവന്നത്? മൻ ഫിസ് സമാ, ആകാശത്തിന്മേലുള്ളവൻ. ആരാ ആകാശത്തിന്മേലുള്ളവൻ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. മൻ അലസ് സമാ, ആകാശത്തിന്മേലുള്ളവൻ അല്ലാഹുവാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആകാശത്തിന്മേലുള്ളവന്റെ അമീനാണ് ഞാൻ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല റിസാലത്താകുന്ന, നുബുവത്താകുന്ന അമാനത്ത് ലോകർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതായ അമീൻ, വിശ്വസ്തൻ, ഈ ഭൂമിയുടെ പരപ്പിലാരാ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, അവസാനത്തെ പ്രവാചകൻ. അള്ളാഹുവിൽ നിന്നുള്ള വഹ്യ്, അള്ളാഹുവിൽ നിന്നുള്ള ഖുർആൻ, അള്ളാഹുവിൽ നിന്നുള്ള റിസാലത്ത്, അള്ളാഹുവിൽ നിന്നുള്ള നുബുവത്ത്, ഇതൊക്കെ കൃത്യമായി എത്തിക്കുവാനും നിർവഹിക്കുവാനും ആദം സന്തതികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ അമീനാണ് ആര്? ഖാലിഖായ അള്ളാഹുവിന്റെ അടുക്കൽ അമീനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെയുള്ള ഈ അമീനിൽ നിങ്ങൾ അമ്നുള്ളവരല്ലേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത്.
ഇവിടെ വിഷയം ഫിസ്സമ എന്ന് പറഞ്ഞാൽ അലസമ, ആകാശത്തിന്മേൽ. മം ഫിസ്സമ എന്ന് പറഞ്ഞാൽ ആകാശത്തിന്മേലുള്ളവൻ. അവൻ ആരാണ്? അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മനസ്സിലായില്ലേ? അതേപോലെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തുടർന്ന് പറയുന്നത് വഖൗലുഹു വൽ അർശു ഫൗക ദാലിക വല്ലാഹു ഫൗകൽ അർശ് വഹുവ യഅലമു മാ അൻതും അലൈഹി. വൽ അർശു ഫൗക ദാലിക, അതിന് മീതെയാകുന്നു അർശ്. വല്ലാഹു ഫൗകൽ അർശ്, അല്ലാഹു അർശിന്മേലാകുന്നു, അർശിന്റെ മീതെയാകുന്നു. വഹുവ, അല്ലാഹു യഅലമു മാ അൻതും അലൈഹി, നിങ്ങൾ ഏതൊന്നിലാണോ അത് അല്ലാഹു അറിയുന്നു. അല്ലാഹു അറിയുന്ന അവസ്ഥയിലാണ്. ഇതും ഒരു ഹദീസിന്റെ ഭാഗമാണ്. ഇതിൽ വൽ അർശു ഫൗക ദാലിക വല്ലാഹു ഫൗകൽ അർശ് എന്നുള്ളത് ഇമാം അബൂദാവൂദിന്റെ റിപ്പോർട്ടാണ്. അതേപോലെ തന്നെ വഹുവ യഅലമു മാ അൻതും അലൈഹി എന്നുള്ളത് ഇമാം തുർമുദിയിൽ നിന്നും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടതുമാണ്. വൽ അർശു ഫൗക ദാലിക, അർശ് അതിനു മേലെയാകുന്നു എന്ന് പറഞ്ഞു. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഹൽ തദ്റൂൻ കം ബൈന സമാഇ വൽ അർദ്, ആകാശത്തിനും ഭൂമിക്കും മീതെ, ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ എത്ര ദൂരമുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയുമോ? അപ്പൊ അവർ അല്ലാഹു റസൂലു ആലം എന്ന് പറയും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തിന്റെ ഭൂമിക്കും ഇടയിലുള്ള ദൂരം, ആകാശത്തിന്റെ വ്യാപ്തി, ഓരോ ആകാശത്തിൽ നിന്നും അടുത്ത ആകാശത്തിലേക്കുള്ള ഉയരം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബൈന സമായി വൽ അർദി മസീറത്തു 500 ആം, വകിസഫു കുല്ലി സമാഇൻ മസീറത്തു 500 ആം, ഇങ്ങനെ പറയുന്നുണ്ട്. ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ 500 വർഷത്തെ വഴി ദൂരമുണ്ട്. ഓരോ ആകാശത്തിനും തൊട്ടടുത്ത ആകാശത്തിലേക്ക് 500 വർഷത്തെ ദൂരമുണ്ട്. ഓരോ ആകാശത്തിലെയും വിസ്തൃതി 500 വർഷത്തെ ദൂരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ബൈന സമാഇ സാബിഅതി വൽ അർശി മാഉൻ ബൈന അസ്ഫലിഹി വ അല മസീറത്ത് 500 ആം, 7 ആകാശത്തിന്റെയും അർഷിന്റെയും ഇടയിൽ ഒരു സമുദ്രമുണ്ട്. അതിന്റെ മേൽത്തട്ടും അടിത്തട്ടും അതിനിടയിൽ 500 വർഷത്തെ വഴി ദൂരമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം റസൂൽ പറയണത് വല്ലാഹു വൽ അർശു ഫൗകൽ മാ, ആ സമുദ്രത്തിന് അല്ലെങ്കിൽ ആ വെള്ളത്തിന് മീതെയാകുന്നു അർശ്. അള്ളാന്റെ അർശ് വെള്ളത്തിന് മേലാണ്. വകാന അർശുഹു അലൽ മാ എന്ന് പറയല്ലേ, അള്ളാന്റെ അർശ് മാഇന്മേലായിരുന്നു, വെള്ളത്തിന്മേലായിരുന്നു. മനസ്സിലല്ലേ? ഏതായാലും അർശ് വെള്ളത്തിന്മേലാകുന്നു. വല്ലാഹു ഫൗകൽ അർശ്, അർശിന് മീതെയാകുന്നു അല്ലാഹു. അപ്പോ അല്ലാഹു എവിടെ? അല്ലാഹു എവിടെയാണ്? അല്ലാഹു അർശിന്മേലാകുന്നു. അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമാവിധം, അള്ളാഹുവിന്റെ പരിപൂർണതക്ക് അനുയോജ്യമാവിധം. ഇതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തും എന്നുള്ളത് ഇസ്ലാമിന്റെ അഖീദല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തും ഉണ്ട് എന്നുള്ള വിശ്വാസം അത് ഇസ്ലാമിന്റേതല്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം ഇതാണ്, അല്ലാഹു ഫൗകൽ അർശ്, അള്ളാഹു അവന്റെ അർശിന് മേലാകുന്നു. അള്ളാഹുവിന്റെ അർശിന്റെ മേലായാലും വഹുവ യഅലമു മാ അൻതും അലൈഹി, നിങ്ങൾ ഏതൊന്നിലാണോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. അള്ളാഹു അവന്റെ ധാത്തു കൊണ്ട്, സ്വത്വം കൊണ്ട് അർശിന്മേലാണെങ്കിലും അള്ളാഹു അവന്റെ ഇൽമു കൊണ്ട്, അറിവ് കൊണ്ട് അവൻ നമ്മളോടൊപ്പം. അള്ളാഹു അവന്റെ അറിവ് കൊണ്ട് നമ്മളോടൊപ്പം. അള്ളാഹു കേട്ടുകൊണ്ട്, കണ്ടുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് അവൻ നമ്മളോടൊപ്പം. അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട്, ആധിപത്യം കൊണ്ട് അവൻ നമ്മളോടൊപ്പം. എന്നാൽ അവന്റെ ധാത്തു കൊണ്ട് അവൻ നമ്മളിൽ നിന്ന് മീതെയാണ്. അവൻ എല്ലാത്തിന്റെയും മീതെ, അർശിനും മീതെയാകുന്നു. മനസ്സിലായില്ലേ? വലഖദ് ഖലഖനൽ ഇൻസാൻ, അള്ളാഹു പറയണം നമ്മളാകുന്നു തീർച്ചയായും മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, വലഖദ് ഖലഖനൽ ഇൻസാൻ, നാം നിശ്ചയം മനുഷ്യരെ പടച്ചു. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ നഫ്സ് മന്ത്രിക്കുന്നത് നാം അറിയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ
അവന്റെ ദാത്ത് കൊണ്ട് നമ്മളിൽ നിന്ന് വേറിട്ടാണെങ്കിലും നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. പറഞ്ഞാൽ മനസ്സിലായി. അപ്പോ ഇതാണ് ഇവിടെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുള്ള വിഷയം. അള്ളാഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഫൗഖൽ അർശ്, അള്ളാഹു അർശിന്മേലാകുന്നു. അത് അള്ളാഹിന്റെ വിശേഷണമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹുവ യഅലമു മാ അൻതും അലൈഹി, നിങ്ങൾ ഏതൊന്നിലാണ് അത് അള്ളാഹു അറിയുന്നു. അപ്പൊ അറിയുക എന്നുള്ളത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. മനസ്സിലായി? അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ പഠിപ്പിച്ചു. നമ്മൾ അത് റസൂലുള്ള പഠിപ്പിച്ച വിധം വിശ്വസിക്കുന്നു, റസൂലുള്ള അള്ളാഹുവിനെ സ്ഥാപിച്ച വിധം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അടുത്ത ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അടിമ പെണ്ണിനോട് പറഞ്ഞു, ഐനല്ലാ, അള്ളാഹു എവിടെ? ഖാലത് ഫിസ്സമാ, അള്ളാഹു ആകാശത്തിന്മേലാണ് എന്ന് ആ പെണ്ണ് പറഞ്ഞു. ഖാലത്ത്, നബി ചോദിച്ചു, മൻ അന, ഞാൻ ആരാണ്? ഖാലത്ത്, ആ പെണ്ണ് പറഞ്ഞു, അടിമ സ്ത്രീ പറഞ്ഞു, അൻത റസൂലുള്ള, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ്. ഖാല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഅ്തിഖ്ഹ, ഈ സ്ത്രീയെ മോചിപ്പിക്കുക, ഫഇന്നഹ മുഅ്മിന, ഇവർ വിശ്വാസിനിയാണ് എന്ന് പറഞ്ഞു. മനസ്സിലായി? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഈ ഹദീസിൽ ജാരിയത്തിനോട് സംസാരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ വിഷയമാണ്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ്. മുആവിയ അസ്സുലമി റളിയല്ലാഹു തആല അൻഹുവിന് ഒരു ജാരിയത്ത് ഉണ്ടായിരുന്നു, ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു. മുആവിയ അസ്സുലമിയുടെ ആടുകളെ മേക്കുന്ന ഒരു ഇടയത്തി പെണ്ണായിരുന്നു. അങ്ങനെ ഒരിക്കൽ ആടുകൾ എണ്ണിയപ്പോൾ എണ്ണം കുറവ്. അപ്പൊ മുആവിയ അസ്സുലമി ആ സ്ത്രീയെ അടിച്ചു, മുഖത്തടിച്ചില്ല, ദേഷ്യം കാരണത്താൽ മുഖത്തടിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ഖേദമുണ്ടായി. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഇങ്ങനെ ഈ സ്ത്രീയെ അടിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഐനല്ലാഹ്. അപ്പൊ അതാണ് ഈ സാഹചര്യം. അള്ളാഹു എവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഐന എന്ന് ചോദിച്ചു, എവിടെ? അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു ഒരിടത്താണ് എന്നുള്ളതാണ്. ആ ചോദ്യം എന്താ അറിയിക്കുന്നത്? ഐനല്ലാഹ്, അള്ളാഹു എവിടെ എന്നുള്ളത് അറിയിക്കും. ചോദ്യം ഐന എന്നുള്ളത് എന്തിനാ പ്രയോഗിക്കുക? ഒരു സ്ഥലത്തെ കുറിച്ചിട്ടുള്ള ചോദ്യം ചോദിക്കാനാണ് ഐന പ്രയോഗിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു ഒരിടത്താണ്, ഒരു സ്ഥലത്താണ്. എല്ലായിടത്തുമാണ് എങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തും ഉണ്ട് എങ്കിൽ ചോദ്യത്തിന് പ്രസക്തിയില്ല. പിന്നെ അള്ളാഹു ഒരിടത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഐന വെച്ച് ചോദിച്ചത്, ഐന അള്ളാഹു എവിടെ? അപ്പൊ ആ അടിമ സ്ത്രീ അതിന്റെ ഫിത്രത്തിൽ മറുപടി പറയാണ്, ഫിസ്സമാ, അലസമ, ആകാശത്തിന്മേൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ എന്നുള്ളത് ആ സ്ത്രീക്ക് വരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട്, അറിയാൻ കഴിഞ്ഞിട്ട്. പക്ഷേ പല താടി വെച്ച, തലപ്പാവ് വെച്ച പല ബിരുദധാരികൾക്കും അതേപോലെ തന്നെ പല മൗലാനമാർക്കും അള്ളാഹു എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അതിന്റെ ഉത്തരം കിട്ടൂല. മനസ്സിലല്ലേ? ഈ സ്ത്രീയുടെ ഒരു ഫിത്രത്തിലുള്ള മറുപടി പോലും പല മൗലാനമാരൊന്നും കിട്ടൂല. അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ അതേറെ സങ്കടകരാണ്. പല അഖീദ ഏറെ ഓതി പഠിച്ചെന്ന് പറയുന്ന ആളുകൾക്ക് പോലും അള്ളാഹു എവിടെയെന്നുള്ളതിൽ അവരുടെ ഉത്തരം മനസ്സിലായില്ലേ? അള്ളാഹു മേലെയാണെന്നുള്ളതും അള്ളാഹു മീതെയാണെന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ധാത്ത് കൊണ്ട് അവൻ ഉന്നതനാണെന്നുള്ളതും പലർക്കും പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സങ്കടകരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റസൂലുള്ള ചോദിച്ച അള്ളാഹു എവിടെ? സ്ത്രീ പറഞ്ഞു, അള്ളാഹു ഫിസ്സമ, അള്ളാഹു ആകാശത്തിന്മേൽ. മൻ അന, ഞാൻ ആരാണെന്ന ചോദ്യത്തിന് ഖാലത്ത് അൻത റസൂലുള്ളാഹ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അഅ്തിഖ്ഹ, ആ സ്ത്രീയെ മോചിപ്പിക്കൂ, ഫഇന്നഹ മുഅ്മിന, അവർ വിശ്വാസിനിയാണെന്നാ പറഞ്ഞത്. അപ്പൊ ആകാശത്തിന്മേലാണ് അള്ളാഹു എന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീക്ക് നൽകിയ ശുദ്ധിപത്രം, തസ്കിയത്ത്, അവർ മുഅ്മിനത്താണ്, വിശ്വാസിനിയാണ് എന്നുള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അഖീദയും ആദർശവും അത് ദീനിന്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് വിശ്വാസികൾ പഠിച്ചു മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇവിടെ
ഉണർത്താനും മനസ്സിലാക്കാനുള്ളൂ. മനസ്സിലായില്ലേ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതായ ആദർശത്തെ, അഖീദയെ യഥാവിധം മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥം, ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത്. വിധേയ കക്ഷികൾ ഇസ്ലാമിന്റെ അഖീദയെ വികലമാക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും കോട്ടിമാട്ടുകയും ചെയ്തപ്പോൾ ഏറെ അധ്വാനിച്ചും അവർക്കിടയിൽ പാടുപെട്ടും ജിഹാദ് ചെയ്തും ഇസ്ലാമിക അഖീദയെ സംരക്ഷിക്കുവാനും അതിനെ ക്രോഡീകരിക്കുവാനും പണിയെടുത്ത പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതായി ഈ ദീനിനെ, അതിലെ ആദർശത്തെ അള്ളാഹുവിന്റെ മുറാദ് അനുസരിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചതനുസരിച്ച്, മുൻഗാമികളായ നമ്മുടെ സച്ചരിതർ മനസ്സിലാക്കിയതനുസരിച്ച് നമ്മളും മനസ്സിലാക്കുന്ന സ്ഥിതിവിശേഷം നമുക്കുണ്ടാകണം. അങ്ങനെ അഖീദ യഥാവിധം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? ഇന്ന് നന്മ തിന്മയായും തിന്മ നന്മയായും അവതരിക്കപ്പെടുന്ന ഒരു യുഗത്തിലാണ് എന്നുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ എന്ന് പറഞ്ഞിട്ട് വലിയ നാവിൽ പ്രസംഗിക്കുന്ന ആളുകൾ വരെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നത് എന്താ? അത് വിദഈ കക്ഷികളുടെ അഖീദയാണ്. പണ്ട് ജഹ്മികൾ, അതേപോലെ തന്നെ ഖദരിയാക്കൾ, ഖവാരിജികൾ, മുഅ്തസിലികൾ ഇവരൊക്കെ പാടി പറഞ്ഞതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എന്ന് പറഞ്ഞിട്ട് പലരും പ്രചരിപ്പിക്കുന്നത്. മനസ്സിലല്ലേ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അത് നേരെ തിരിച്ചു പറയാം. അല്ലാഹു അവന്റെ ദാത്ത് കൊണ്ടും അവന്റെ സിഫത്ത് കൊണ്ടും അവന്റെ ഇസ്മു കൊണ്ടും അവന്റെ ഫിഅല് കൊണ്ടും, അള്ളാഹിന്റെ സ്വത്വം, അതേപോലെ അള്ളാഹുവിന്റെ വിശേഷണം, അള്ളാഹുവിന്റെ നാമം, അള്ളാഹുവിന്റെ പ്രവൃത്തി, അതുകൊണ്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതനാണ്. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞു അവൻ അർശിന്മേലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി പറഞ്ഞു അള്ളാഹു അർശിന്റെ മീതെയാണ്, ഫൗഖിലാണ്. മനസ്സിലായില്ലേ? ഇതിന് നേരെ തിരിച്ച് അള്ളാഹു അർശിന്മേലാണെന്ന് പറയാൻ പാടുള്ളതല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു അർശ് ആവശ്യമുള്ളവനാണെന്ന് നമ്മൾ പറയേണ്ടി വരും. ആവശ്യക്കാരൻ പടപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ തെറ്റിച്ച് അവതരിപ്പിക്കുന്ന സ്ഥിതി വിശേഷം. അള്ളാഹു അർശിന് ആവശ്യമുള്ളത് കൊണ്ടല്ല അള്ളാഹു അർശിന്മേൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിചയപ്പെടുത്തി അങ്ങനെ പറഞ്ഞു. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അള്ളാഹുവിന്റെ പരിപൂർണതക്ക് അനുയോജ്യമാവിധം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിന്റെ പരിപൂർണതക്ക് അനുയോജ്യമാവിധം നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ സ്ഥിരീകരിക്കുന്നു. ആ ഒരു രീതി നമ്മൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നമ്മൾ ഒരിക്കലും പഴക്കൂല. അമിർറുഹ കമാ ജാഅത്, എങ്ങനെ വന്നുവോ അപ്രകാരം നമ്മൾ അത് അംഗീകരിക്കുകയും അതിനെ നമ്മൾ സ്ഥിരീകരിക്കുകയുമാണ് വേണ്ടത്. അതാണ് പൂർവികന്മാരുടെ തത്വം. അള്ളാഹു അർശിന്മേൽ എന്ന് പറഞ്ഞപ്പോ അത് വിശുദ്ധ ഖുർആനിൽ വന്നല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എങ്ങനെയെന്ന് ചോദ്യം ചെയ്യാതെയാണ് അംഗീകരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അള്ളാഹു ഫൗഖൽ അർശ്, അർശിൻ മീതെയാകുന്നു അള്ളാഹു. ഇത് പറഞ്ഞെടുത്തപ്പോ സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ചെയ്യാതെയാണ് അംഗീകരിച്ചത്. അർശിന്മേൽ എന്ന് പറഞ്ഞാൽ റസൂലെ അള്ളാഹു അർശിന് ആവശ്യമാണെന്ന് ഉള്ളവനാണെന്ന് വരൂലേ? അള്ളാഹു അർശിന് ആവശ്യക്കാരനാണെന്ന് വരൂലേ? എങ്ങനെയെന്ന് സഹാബികൾ ചോദിച്ചിട്ടില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ടില്ല. റസൂൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചിട്ടില്ല. പിന്നെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ സ്ഥിരീകരിച്ചത്, അത് നമ്മൾ യഥാവിധം വിശ്വസിച്ച് അംഗീകരിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. ഈ പറയപ്പെട്ട വചനങ്ങളിലൊക്കെ പറയപ്പെട്ടതായ അള്ളാഹുവിന്റെ വിശേഷണം. അള്ളാഹു വിളിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കും, അള്ളാഹു ആകാശത്തിന്മേലാകുന്നു, അള്ളാഹു അർശിൻ മീതെയാകുന്നു തുടങ്ങിയൊക്കെ ഉള്ള അള്ളാഹുവിന്റെ
വിശേഷണങ്ങൾ, പ്രസിദ്ധ വിശേഷണങ്ങൾ അള്ളാഹുവിന്റെ സ്വത്വവുമായി ബന്ധപ്പെട്ട, ധാത്തുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളാകട്ടെ, അതേപോലെ അള്ളാഹുവിന്റെ വിശേഷണവുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളാകട്ടെ, അള്ളാഹുവിന്റെ പ്രവൃത്തി അഥവാ അള്ളാഹു സംസാരിക്കും, അള്ളാഹു വിളിക്കും, ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ളതായ വിശേഷണങ്ങളാകട്ടെ ഒക്കെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിധം നമ്മൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അത് അള്ളാഹുവിനെ സ്ഥാപിക്കുകയുമാണ് വേണ്ടത്. ഇതാണ് ഈ വിഷയത്തിൽ ഉണർത്തുവാനുള്ളത്. ഇനി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏതാനും വിശേഷണങ്ങൾ അറിയിക്കുന്ന തിരുമൊഴികൾ തുടർന്ന് നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഇതിലെ ക്ലാസ്സുകളിൽ ആ തിരുമൊഴികൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.